നമ്മളെല്ലാവരും പലതരത്തിലുള്ള അഡാപ്റ്ററുകളും പവർ സപ്ലൈകളും ഉപയോഗിക്കുന്നവരാണ്. ഈ അഡാപ്റ്ററുകളും പവർ സപ്ലൈയിലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു മോസ്ഫെറ്റ് ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഒരു മോസ്ഫെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു PWM സിഗ്നൽ കൊടുത്തിട്ട് അതിനനുസരിച്ച് സ്വിച്ച് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ ഇത് യൂസ് ചെയ്യാം. മോസ്ഫെറ്റ് എന്നാൽ മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ്. ഇത് ഫെറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ട്രാൻസിസ്റ്ററാണ്. പൊതുവെ രണ്ട് തരത്തിലുള്ള മോസ്ഫെറ്റുകളാണുള്ളത്, N ചാനലും P ചാനൽ. N ചാനൽ മോസ്ഫെറ്റ് ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ആണെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഒരു റിലേ എന്ന് പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽസ്, അതുകൊണ്ട് ഇതിന് ക്ലിക്ക് എന്നൊരു സൗണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. പക്ഷേ മോസ്ഫെറ്റിന് റിലേ വർക്ക് ചെയ്യാൻ കുറച്ച് കറണ്ട് ആവശ്യമുണ്ട്, കുറച്ച് വാട്ട്സ് ആവശ്യമുണ്ട്, വോൾട്ടേജും കറണ്ടും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ മോസ്ഫെറ്റിൻ്റെ ട്രിഗറിൽ ചെറിയൊരു വോൾട്ടേജ്, ആ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ച്. ഇതിൻ്റെ ആകെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇതിലൊരു വോൾട്ടേജ് കൊടുത്താൽ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണം. അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് റെസിസ്റ്റർ കൊടുക്കും. പിന്നെ ഇത് നല്ല രീതിയിൽ ഹീറ്റ് ആവുകയും ചെയ്യും. ഇതാണ് മോസ്ഫെറ്റിൻ്റെ. മോസ്ഫെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ എന്ന ഒരു സെമി കണ്ടക്ടർ വരുന്നത് ഗാലിയം നൈട്രേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഗാൻഫാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയതരം മോസ്ഫെറ്റും കൂടെ. ഇത് മോസ്ഫെറ്റ് അല്ല, ഇത് വേറൊരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.